ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചനവേൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് എന്താണ് നോക്കാനാണ്. അപ്പോൾ ആദ്യം അവരുടെ എനർജി നോക്കാം. എപ്പോഴും കറണ്ട് ഫീലിംഗ് അല്ലേ നോക്കുന്നത്, അതുകൊണ്ടാണ് ഇന്നും വെറൈറ്റി ആയിട്ട് മെസ്സേജ് നോക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ കറണ്ട് എനർജി നോക്കാം. കറണ്ട് എനർജി നോക്കുമ്പോൾ സക്സസിൻ്റെ ആ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് എൻ്റെ ലവ് ലൈഫിൽ എനിക്ക് ചേഞ്ചസ് കൊണ്ടുവരണം, പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരണം. അതിന് വേണ്ടി എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ആ ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. ഇവിടെ ഒരു പ്രതീക്ഷ നിങ്ങളുടെ പേഴ്സണിൽ ഉണ്ടായിരിക്കുകയാണ് ഈ ഒരു എനർജി നോക്കുമ്പോൾ. അതായത് നമുക്ക് തമ്മിൽ ഒന്നാവാൻ സാധിക്കും, ഏത് തടസ്സങ്ങളെയും മാറ്റുവാൻ എന്നെക്കൊണ്ട് സാധിക്കും എന്നുള്ള ആ ഒരു പ്രതീക്ഷ നിങ്ങളുടെ പേഴ്സണിൽ വന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചില ആൾക്കാരുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ അവർ ഓൾറെഡി യൂണിയനിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ പക്ഷേ യൂണിയനിലാണെങ്കിൽ അവരുടെ പേഴ്സണെ കുറിച്ച് കുറച്ച് മാത്രമായിരിക്കും അവർക്ക് അറിയാവുന്നത്. അതായത് യൂണിയനിലായിട്ട് പോലും കുറച്ച് മാത്രമായിരിക്കും അവർ തമ്മിൽ സംസാരിക്കുന്നത്. കൂടാതെ ഒട്ടും തന്നെ സംസാരിക്കാത്ത ആൾക്കാർ, അതായത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഒട്ടും തന്നെ ഒരു സംസാരവുമില്ല. അങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു എനർജി നോക്കുമ്പോഴും ഒരു പ്രതീക്ഷയുണ്ട്. അതായത് കുറച്ച് മാത്രം സംസാരിക്കുന്ന യൂണിയനിലാണ് അങ്ങനത്തെ എനർജിയും പറയുന്നത് പ്രതീക്ഷ ഉണ്ട് എന്നാണ്. അപ്പോൾ രണ്ട് എനർജിക്കും ഒരേ ഉത്തരമാണ്. അവർക്ക് ഒരു പ്രതീക്ഷയുണ്ട്, എൻ്റെ ലവ് ലൈഫിൽ സക്സസ് കൊണ്ടുവരണം, ഞാൻ അതിനു വേണ്ടി എന്തായാലും വർക്ക് ചെയ്യും എന്നുള്ള ആ ഒരു പ്രതീക്ഷ നിങ്ങളുടെ പേഴ്സണിൽ ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ്. ഫിസിക്കലി ഇമോഷണലി ഇവർ തേർഡ് പാർട്ടിയുമായിട്ട് ഏകദേശം അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. പക്ഷേ ഇവരെ കൊണ്ട് ഒരു മനസ്സുമില്ല. കാരണം നിങ്ങളുടെ എനർജി ഇവരെ റീച്ച് ഔട്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് തേർഡ് പാർട്ടിയോട് ഒരു താല്പര്യവുമില്ലാതെ നിങ്ങൾക്ക് ഒരു സക്സസ് തരണം, നിങ്ങളുടെ കൂടെ ജീവിക്കണം എന്നുള്ള ആ ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ. ഇവിടെ ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും അൺമാരീഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്ന് പറയുന്നത് ഒരു പ്രതീക്ഷ ഇവർക്ക് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് കൂടെ ജീവിക്കണം, നിങ്ങൾക്ക് സക്സസ് തരണം എന്നുള്ള. ഇവിടെ അവരും സന്തോഷമായിട്ടല്ല ഉള്ളത് നിങ്ങളില്ലാതെ, നിങ്ങളും സന്തോഷമായിട്ടല്ല ഉള്ളത് അവരില്ലാതെ. ഇവിടെ ടെലിപ്പതിക്കലി അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് മാത്രമാണ് അവർ 24 hours ചിന്തിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളും അതേപോലെയാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണ് പൂർണ്ണമായിട്ടൊരു കോൺഫിഡൻസ് ഉണ്ട്. ഈ ഒരു പ്രാവശ്യം ഞാൻ ഒരിക്കലും പിറകിലോട്ട് പോകത്തില്ല, എൻ്റെ പേഴ്സണിന് വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും എന്നുള്ള ആ ഒരു ആത്മവിശ്വാസം ഇവർക്കുണ്ട്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ വളരെ ദുഃഖത്തിലാണ് എന്നാണ് എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കും. ചില ആൾക്കാരുടെ പേഴ്സൺ ഓൾറെഡി മാരീഡ് ആണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇല്ല എങ്കിൽ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഫാമിലി വരെ മറ്റൊരാളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ നോക്കുന്നു. അപ്പോൾ ആ സിറ്റുവേഷനിൽ എത്രയും പെട്ടെന്ന് ദൂരെ പോകണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു. അത് കാരണമാണ് ഇവരിങ്ങനെ വിഷമിച്ചിരിക്കുന്നത്. ഇവിടെ തേർഡ് പാർട്ടിയുടെ ആ ഒരു എനർജി വളരെയധികം കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള ആൾക്കാരാണ് എങ്കിൽ ഇവർ ഒട്ടും തന്നെ സന്തോഷമായിട്ടല്ല ഉള്ളത് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ അറിയാം നിങ്ങൾ എത്രത്തോളം പ്രിഷ്യസ് ആണ് ഇവർക്ക് വേണ്ടി എന്ന്. പക്ഷേ ഇവരുടെ അവസ്ഥ കാരണം ഇവർ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഇരിക്കുന്നതാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്ന എത്രയും പെട്ടെന്ന് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ, ഈ പ്രഷർ ആയിട്ടുള്ള ടോക്സിക്കുള്ള ടീച്ചർ സിറ്റുവേഷനിൽ എത്രയും പെട്ടെന്ന് പുറത്ത് വരണമെന്നാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്ന നിങ്ങൾക്കിടയിൽ ഒരു ബ്രിഡ്ജ് വന്നിട്ടുണ്ട്. തേർഡ് പാർട്ടി കാരണമോ ഈഗോ കാരണമോ കാസ്റ്റ് കൾച്ചർ ട്രഡീഷൻ ഇനി തേർഡ് പാർട്ടി അങ്ങനെ എന്തുമായിക്കോട്ടെ, നിങ്ങൾക്കിടയിലുള്ള ആ ഒരു ബ്രിഡ്ജിനെ ഇല്ലാതാക്കുവാനാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഈ ഒരു കാര്യം ആലോചിച്ചാണ് നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് സ്ട്രെസ് അനുഭവിക്കുന്നത്. കാരണം എപ്പോഴാണ് എന്ത് ചെയ്താലാണ് ഈ നമ്മൾക്കിടയിലുള്ള ആ പാലം ഇല്ലാതാകുന്നത്, നമുക്ക് എപ്പോഴാണ് ഒന്നാവാൻ സാധിക്കുന്നത്, ഇതിനെക്കുറിച്ച് ചിന്തിച്ചാണ് ഇവർ ഭയങ്കരമായിട്ട് സ്ട്രെസ് അനുഭവിക്കുന്നത്. ഇവർ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. ഇവർക്കറിയാം നിങ്ങൾ ഇമോഷണലി ഇവരുമായിട്ട് ഒത്തിരി അറ്റാച്ച്ഡ് ആയിട്ടാണ് ഉള്ളത് എന്ന്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ വരാൻ പോകുന്ന സമയം കുറേ ആൾക്കാർക്ക് സക്സസ് റിസീവ് ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അവരുടെ പേഴ്സൻ്റെ കോളോ മെസ്സേജോ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. കൂടാതെ നിങ്ങൾക്കിടയിൽ ഏതെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെ ഡിസ്ക്ലോസ് ആക്കിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഡിസ്ക്ലോസ് ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, അതിനുശേഷം നിങ്ങളുടെ അടുത്തേക്ക് വരികയും ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ മെസ്സേജ് ഉറപ്പായിട്ടും കുറേ ആൾക്കാർക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു വരാൻ പോകുന്ന സമയം. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി.
ഇനി ഇവരുടെ മെസ്സേജ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളത് എന്ന് നോക്കാം. ഇവിടെ ഇവരുടെ ലൈഫിൽ കുറേ ഇമ്പോർട്ടൻ്റ് റോള് ചെയ്യുന്ന പല ആൾക്കാരുമുണ്ട്. അവരോട് ഇവർ ഭയങ്കരമായിട്ട് അറ്റാച്ച്മെൻറ്റ് വയ്ക്കുന്നുണ്ട്. ഇവർക്ക് ഒത്തിരി ഇഷ്ടമാണ് അവരെ. അത് ചിലപ്പോൾ ഇവരുടെ അച്ഛനോ അമ്മയോ ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ ആരുമായിക്കൊള്ളാം. ഇവിടെ ഇവരോടുള്ള അമിതമായ ആ ഒരു സ്നേഹം കാരണം പല പ്രാവശ്യം ഇവർ ഇവരുടെ ഹൃദയത്തിലുള്ള കാര്യങ്ങൾ അവരോട് പറയുന്നില്ല. അതായത് ഹൈഡാക്കി വെക്കും എല്ലാ കാര്യങ്ങളും. കാരണം നിങ്ങളുടെ കാര്യം അവരോട് പറയുമ്പോൾ അവരിനി എങ്ങനെയാണ് റിയാക്ട് ചെയ്യുക എന്ന് പേടിച്ച് ഇവർ സ്നേഹിക്കുന്ന ആൾക്കാരോടെല്ലാം ഇവർ കാര്യങ്ങൾ ഹൈഡാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങളുടെ മുന്നിൽ ഒന്നും തന്നെ ഇവർ മറച്ചു വെക്കുന്നില്ല. അങ്ങനെ ഒരു വ്യക്തി നിങ്ങൾ മാത്രമാണ്. അവരുടെ അച്ഛനും അമ്മയോടത്ത് പോലും ഇവർ എല്ലാം മറച്ചു വെക്കുന്നു. പക്ഷെ നിങ്ങളോട് അവർ ഒന്നും തന്നെ മറച്ചു വെക്കുന്നില്ല. എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്നു പറയുന്നു. നിങ്ങൾ അങ്ങനെ ഒരു വ്യക്തിയാണ് ഇവരുടെ ലൈഫിലെ. ഇവിടെ ഇവർക്ക് തോന്നുന്നു നിങ്ങൾ രണ്ടുപേരും ഒന്നാണ് എന്നാണ്. നിങ്ങൾക്കും ഇവർക്കും ഇടയിൽ ഒരു വാൾസുമില്ല, ഒരു മറയുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഇവർക്ക് പേടിയുമില്ല, ഇവർക്ക് നിങ്ങളെയും പേടിയില്ല. അതുകൊണ്ട് തന്നെ എല്ലാം ഓപ്പണപ്പായി ഇവർ പറയുന്നു നിങ്ങളോട്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഒന്നും തന്നെ ഹൈഡാക്കി വെക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാ കാര്യവും നിങ്ങളോട് തുറന്നു പറയുവാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ഇവരെ ടൈറ്റായിട്ട് ഹഗ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇപ്പോൾ ആ ഒരു കാര്യം നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുകയാണ്. ചിലപ്പോൾ നിങ്ങളുടെ ഒരു ഹഗ്ഗിൻ്റെ ആവശ്യം ഇവർക്കുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളെ കാണാൻ ഇവർ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ടൈറ്റായിട്ടുള്ള ഹഗ് നിങ്ങളുടെ പേഴ്സൺ മിസ് ചെയ്യുകയാണ്. ഇനി നിങ്ങൾ രണ്ടുപേരും ഓൾറെഡി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. നിങ്ങളും വർക്കിംഗ് ആയിരിക്കും, അവരും വർക്കിംഗ് ആയിരിക്കും. നിങ്ങൾ പരസ്പരം വളരെയധികം സ്നേഹിച്ചാണ് കഴിയുന്നത്. നിങ്ങളുടെ വാക്കുകൾ അവരും കേൾക്കുന്നു, അവരുടെ വാക്കുകൾ നിങ്ങളും കേൾക്കുന്നു. നിങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങളുടേതായ ഒരു ഒപ്പീനിയനും ഉണ്ട്. പക്ഷെ ചില സമയം നിങ്ങൾ ഇവരുടെ വാക്കുകൾ പറയുന്നത് കേട്ട് ഇവർക്ക് റെസ്പെക്റ്റ് കൊടുക്കുന്നു. അങ്ങനെ കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷെ നിങ്ങൾ അത് ചെയ്യുന്നു. നിങ്ങൾ അവരുടെ ആ ഒരു വാക്കുകൾ കേട്ട് അതിന് റെസ്പെക്റ്റും മര്യാദയും കൊടുത്ത് നിങ്ങൾ അത് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു കാര്യം അവർക്ക് ഒത്തിരി ഇഷ്ടമാണ് നിങ്ങളുടെ. കാരണം നിങ്ങൾ രണ്ടുപേരും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തികളാണ്. അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ അങ്ങനെ ഒന്നിലും കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യവുമില്ല. പക്ഷെ ചില സമയം നിങ്ങൾ കോംപ്രമൈസ് ചെയ്യുന്നു ഇവർക്ക് വേണ്ടി. നിങ്ങളുടെ ഈ ഒരു നേച്ചർ, അതായത് നിങ്ങൾ കൂടുതലും പ്രിഫറൻസ് കൊടുക്കുന്നത് നിങ്ങളുടെ പേഴ്സണാണ്. ഈ ഒരു സ്വഭാവമാണ് നിങ്ങളുടെ പേഴ്സൺ ഒത്തിരി ഇഷ്ടം. കാരണം പല സമയങ്ങളും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു പല കാര്യങ്ങളും. അതുകൂടാതെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഇവരുടെ ബെസ്റ്റ് വണ്ണായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് പകരമായിട്ട് വേറെ ആരെയും നോക്കാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല. അത്രമാത്രം നിങ്ങളെ ഇവർ സ്നേഹിക്കുന്നു. ഇവർക്ക് ചേരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ ഇനി വേറെ ആരെയും നോക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ചേരുന്ന വ്യക്തി, എന്നെ മനസ്സിലാക്കുന്ന വ്യക്തി എല്ലാം നിങ്ങളാണ് എന്നാണ് ഇവർക്ക് തോന്നുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജായിട്ട് വരാൻ പോകുന്ന സമയം കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.